ഇപ്പോൾ ഡോക്ടർ പ്രമീള ദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ പ്രമീള ദേവി, അതിക്രൂരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ശിശുക്ഷേമ സമിതി എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത ക്രൂരത എന്ന് നമുക്ക് പറയേണ്ടി വരും. 2.5 വയസ്സുകാരിയോടാണ് 3 ആയമാർ അത്രയും കൊടും ക്രൂരത കാണിച്ചിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? പൈശാചികമെന്നോ ഭീകരമെന്നോ ഒക്കെ പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വല്ലാതെ ഞെട്ടിയത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ്, ഒരു ജീവനുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഞെട്ടിയത്. ഭീകരമായ സംഭവം. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്നത് വല്ലാതെ എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ ആയമാരുൾപ്പെടെയുള്ളവർ തീർച്ചയായും ഇതിൽ ഉത്തരവാദികളാണ്. അവരുടെ മേൽ കേസെടുക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ്. വളരെ ചെറുപ്രായമുള്ള ഒരു പിഞ്ചു പൈതലോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന നരാധമന്മാർ ശിശുക്ഷേമ സമിതി എന്ന സ്ഥാപനത്തിന്റെ പരിധിക്കുള്ളിൽ, അതിന്റെ ആ കോമ്പൗണ്ടിനുള്ളിൽ പോലും കയറാൻ പാടില്ലാത്തവരാണ്. ആ അടുത്ത പ്രദേശങ്ങളിൽ കാലുകുത്താൻ പാടില്ലാത്തവരാണ്. അങ്ങനെയുള്ളവരെയാണോ അവിടെ നിയമിച്ചിരിക്കുന്നത്? ഇവരുടെ അതിനകത്തെ പങ്കെന്താണെന്ന് കൃത്യമായും കണ്ടെത്തണം. ഇവർ നേരിട്ട് അതിനകത്ത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയാണോ, മറ്റാർക്കെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഇവരെ യഥാർത്ഥത്തിൽ യാതൊരു വിധമായ ദയവും അർഹിക്കുന്നവരല്ല എന്ന തീരുമാനത്തോടെ തന്നെ നമുക്കറിയാം, 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള പോക്സോ കുറ്റകൃത്യങ്ങളിൽ വധശിക്ഷയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് നിയമ പരിഷ്കരണത്തിലൂടെ. അത് തീർച്ചയായും നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്ത പിശാചുക്കളെ യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെയാണ് അവർക്ക് ഉറപ്പുവരുത്തുന്നത്. ഒപ്പം ഡോക്ടർ പ്രമീള ദേവി, ഇവിടെ അവരും അമ്മമാരില്ലേ എന്നുള്ള ചോദ്യമാണ്. കാരണം ഒരു അമ്മമാർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതോ ഈ ഒരു ചെറിയ കുഞ്ഞിനോട്? അതുകൊണ്ട് തന്നെ താങ്കൾ ഉന്നയിച്ച ചില കാര്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഗൗരവത്തോടെ വിലയിരുത്തേണ്ടതാണല്ലേ? തീർച്ചയായിട്ടും വിലയിരുത്തേണ്ടതാണ്. കാരണം ഏതു തരത്തിലാണ് ഇവരുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ്? അവർ നേരിട്ടാണോ, മറ്റാർക്കെങ്കിലും സൗകര്യം കൊടുത്തതാണോ, അതിനകത്തുള്ള പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി സത്യസന്ധമായി അന്വേഷണം നടത്തുകയും ഇത്തരത്തിലുള്ള മനുഷ്യർ ശിശുക്ഷേമ സമിതി എന്ന സ്ഥാപനത്തിന്റെ അടുത്തുപോലും എത്തുന്നില്ല എന്ന് ഇനിയും ഉറപ്പുവരുത്തുകയും വേണം. ഏറ്റവും മിനിമം മനുഷ്യത്വമുള്ള, മിനിമം നന്മയുള്ള ആളുകൾ മാത്രമേ കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലെങ്കിലും ജോലിക്കാരായി വരാവൂ. നമുക്കറിയാം, മുൻപ് പാലക്കാട് ജില്ലയിലെ ശിശുക്ഷേമ സമിതിയുടെ അധ്യക്ഷനായിരുന്ന ഒരാൾ തന്നെയാണ് വാളയാറിലെ കുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മരണത്തിന് മുൻപ് സംഭവിച്ച ചില കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നത് എന്ന് നമുക്കറിയാം. ആ വ്യക്തിയുടെ ഒരു പരിധി വരെയുള്ള ഇടപെടലുകൾ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സഹായകരമായിട്ടുണ്ട് എന്നും നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥകളിൽ തെല്ലും വെള്ളം ചേർക്കപ്പെടാതെ ശിശുക്ഷേമ സമിതി പോലെയുള്ള സ്ഥാപനങ്ങളിൽ സത്യസന്ധതയും മനുഷ്യൻ എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള യോഗ്യതയും ഉള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ. അതിന് രാഷ്ട്രീയ പരിഗണനകളൊക്കെ മാറ്റിവെച്ച് തയ്യാറാകണം കേരളത്തിലെ സർക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ പ്രമീള ദേവി, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.